ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഇനി കറിയൊന്നും വേണ്ട, അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. അതിന് സാധാരണ നമ്മുടെ പുട്ടുപൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വയ്ക്കുക, കുറച്ച് നേരം കുഴച്ച് അടച്ച് വയ്ക്കുക. അത് ആവണ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വയ്ക്കുമല്ലോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ചെറിയ ഉള്ളിയാണ് കേട്ടോ, കടുകൊക്കെ പൊട്ടിക്കണമെങ്കിൽ കടുക് ഇടാം, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുന്നവർക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, ചെറിയ ഉള്ളി ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി പുട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലയാണ് കേട്ടോ ഇതിലിടുന്നത്, അധികം മൂക്കാത്ത മുരിങ്ങയില. അപ്പോൾ അതുകൊണ്ട് ചെറിയ തണ്ടോടുകൂടിയാണ് ഇടുന്നത്. പിന്നെ ഏത് ചീര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഞാൻ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയിടാം, അല്ലെങ്കിൽ പച്ചമുളകായിട്ട് ചേർക്കാം. പച്ചമുളക് എരിവുള്ളതാകുമ്പോൾ കടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഉപ്പും ചേർത്ത് നല്ലപോലെ നമ്മൾ തോരനൊക്കെ ആക്കണ പോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അത് ശരി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചേക്കണ പുട്ടുപൊടി ഉണ്ടല്ലോ, കുഴച്ച് വെച്ചേക്കണ പുട്ടുപൊടി അതിൽ ചേർത്ത് കൊടുക്കുക. അതിൽ ചേർത്തിട്ട് നല്ലപോലെ അത് നന്നായിട്ട് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ മിക്സാക്കി എടുക്കുക, ഇളക്കി കൊടുത്തിട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ പുട്ടിൻ്റെ കുറ്റിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. ഞാൻ ഇതിലിപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെയാണ് എടുത്തേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കറിയൊന്നും വേണ്ട, ട്രൈ ചെയ്യണേ.